ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ആൻഡ് ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജീസ ജോർജ്. ഞാൻ ഇപ്പം നാട്ടിലെത്തി കേട്ടോ. ഇരിട്ടിയിലെ വീട്ടിലാണുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു, ചേച്ചി നാട്ടിലെത്തിയായിരുന്നു എന്നൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടാന്ന് തോന്നുന്നു അങ്ങനെ കുറേ പേര് ചോദിച്ചത്. അപ്പം ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞങ്ങൾ സാറ്റർഡേ ആണ് നാട്ടിലെത്തിയത്. ഓക്കെ, അപ്പോൾ ഒത്തിരി പേര് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു കുറേ വീഡിയോസിന്. അപ്പോൾ അതെല്ലാം പതുക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം ആയിട്ട് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി മാനസികവും ശാരീരികവുമായിട്ട് റെഡി ആയത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നതും ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഫിസിക്കലി മാത്രമല്ല മെന്റലിയും സ്പിരിച്വലിയും നമ്മളൊരു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി റെഡി ആവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെന്റലി കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അടുത്തൊരു കുഞ്ഞിനെ വേണം നമ്മൾ വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു, 2-3 ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, കറക്റ്റ് ഇപ്പം എൻ്റെത് സെക്കൻഡ് ബേബി ആയിരുന്നു. ഫസ്റ്റ് മോക്ക് ഇപ്പം 2.5 വയസ്സ് കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അടുത്ത ബേബി എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പം നോർമൽ ഡെലിവറി കഴിഞ്ഞ് അടുത്ത ബേബിക്ക് നമ്മൾ ആ ഗ്യാപ്പ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഡോക്ടറിനെ കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനൊരു വലിയൊരു ഇത് നമ്മൾ നോക്കണമെന്നില്ല. ഒത്തിരി ഗ്യാപ്പ്, ഇപ്പോൾ ഒത്തിരി ഗ്യാപ്പ് കൂടിയാലും ഗ്യാപ്പ് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഐഡിയലി പറയുന്നത് നോർമൽ ഡെലിവറി കഴിഞ്ഞ് 2 വയസ്സും സി സെക്ഷൻ കഴിഞ്ഞാൽ മിനിമം 3 ഇയേഴ്സും കഴിഞ്ഞിട്ട് അടുത്ത ബേബിക്ക് വേണ്ടി നോക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി അവിടെ മുതലാണ് ഞങ്ങൾ ഈ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ മാനസികമായിട്ട് ഞങ്ങൾ ഒരുങ്ങി, നമ്മൾ മനസ്സിൽ കുഞ്ഞിനെ സ്വപ്നം കണ്ട് കാണാൻ തുടങ്ങി. അതായത് കുഞ്ഞിനപ്പോൾ നമ്മൾ മെൻ്റലി ഒന്ന് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ എന്നറിയുമ്പോഴുള്ള ആ ഒരു ഞെട്ടിലൊക്കെ ഒഴിവാക്കാം. പിന്നെ നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫിസിക്കലി ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. പിന്നെ പ്രഗ്നൻസിയിലുള്ള കുറേ കോംപ്ലിക്കേഷൻസും അസ്വസ്ഥതകളൊക്കെ ഡോക്ടേഴ്സ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ നേരത്തെ മെൻ്റലി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ നമ്മൾ മെന്റലി സ്ട്രോങ് ആയതുകൊണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടും തന്നെ പ്രഗ്നൻസി വളരെ സ്മൂത്ത് ആയിട്ട് കടന്നു പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഒത്തിരി ടെൻഷനും സ്ട്രെസ്സൊക്കെ ഒഴിവാക്കുക എന്നുള്ളത്. ആ സമയത്ത് തന്നെ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയ ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഓൺലൈൻ ക്ലാസ് വീട്ടിലിരുന്ന് തന്നെയായിരുന്നു എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വളരെ കൂളായിട്ടായിരുന്നു ഈ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്പിരിച്വലി നമ്മളൊന്ന് പ്രിപ്പയർ ആവുക. അതായത് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ദാനം എന്നാണ്, ഗിഫ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ ഈ ഒരു ഓരോ കുഞ്ഞും ജനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഒരു ഹെൽത്തി ബേബി, ഹോളി ബേബി, നല്ല വിശുദ്ധിയുള്ള ഒരു ഹെൽത്തി ബേബിനെ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ ഒരു മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്തതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേജാണ് ഫിസിക്കലി നമ്മൾ പ്രിപ്പയർ ആവുക എന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുവാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വീടൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കി ഇടുന്നത് അല്ലേ, ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുക. അപ്പം നമ്മളൊന്ന് ആലോചിക്കുക, നമുക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരുമ്പം ആ ഒരു കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ഒരുങ്ങണമെന്ന്. നമ്മളിപ്പം എന്താ വെച്ചാൽ നമുക്കറിയില്ല, ഇപ്പോൾ ഒത്തിരി സ്റ്റഡീസൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയിലൊക്കെ ബേസ് ശരിക്കും അമ്മയുടെ യൂട്രസ് തന്നെയാണ്. അമ്മയുടെ ഉള്ളിൽ വെച്ചാണ് എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ വരെ നടക്കുന്നത്. അപ്പം നമ്മൾ അത്രയും ഒരു പ്രിപ്പയർ ആയി നന്നായിട്ട് ഇരുന്നാൽ മാത്രം, നല്ല ഹെൽത്തി ആയി ഇരുന്നാൽ മാത്രമേ കുഞ്ഞിനെ നമുക്ക് അതുപോലെ റിസീവ് ചെയ്ത് കുഞ്ഞിൻ്റെ
ഇനിഷ്യൽ വളർച്ചയൊക്കെ നമുക്കൊന്ന് ഒന്ന് സ്മൂത്തായി പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫിസിക്കലി ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യമാണ് ഫോളിക് ആസിഡ് കഴിക്കുക എന്നുള്ളത്. ഫോളിക് ആസിഡ് നമുക്കറിയാം വൈറ്റമിൻ ബി കോംപ്ലക്സിൽ പെട്ട ഒരു വൈറ്റമിൻ ആണ്. അത് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഒത്തിരി ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ പ്രഗ്നന്റ് ആവാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നതിന് 3 മാസം മുമ്പ് മുതൽ നമ്മളത് കഴിച്ചു തുടങ്ങണം. കാരണം ഇത് കുഞ്ഞിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാൻ, കോൺജെനിറ്റൽ ഡിഫക്റ്റ്, കുഞ്ഞിനുണ്ടാകുന്ന ബുദ്ധിപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കുറേ ഡിഫക്ട്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അമ്മയ്ക്കും പ്രഗ്നൻസി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ അമ്മമാരും ആകാൻ പോകുന്ന സ്ത്രീ മാത്രമല്ല പുരുഷനും കഴിക്കുന്നത് ഈ ഒത്തിരി നല്ലതാണ്. അപ്പം നിങ്ങൾ പറ്റുവാണെങ്കിൽ 2 പേരും കഴിക്കുക, ഇല്ലെങ്കിൽ ഒരാൾ മാത്രം കഴിക്കുക. ഞാൻ കറക്റ്റായിട്ട് 3 മാസം ഫോളിക് ആസിഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഡെന്റൽ ചെക്കപ്പ് ആയിരുന്നു. കാരണം നമുക്ക് എന്തെങ്കിലും ഗം ഡിസീസസ് ഉണ്ട്, അല്ലെങ്കിൽ പല്ലിൻ്റെ ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം ചുമ്മാ എനിക്കങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നറിയാൻ വേണ്ടി ഞാനൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവർ മൊത്തം ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞവർ ഫുൾ ഇതിൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി കേട്ടോ. അപ്പം വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് അവർ ക്ലീനപ്പ് മാത്രം ചെയ്തു വിട്ടു. കാരണം നമ്മൾ എന്തുകൊണ്ടത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഗം ഡിസീസ് ക്യാവിറ്റീസ് എന്തെങ്കിലും ഉണ്ട് നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മെഡിസിൻസ് ഒക്കെ നമ്മൾ പ്രഗ്നൻസിയിൽ കഴിക്കേണ്ടി വരും. മെഡിസിൻസ് അനാവശ്യമായിട്ട് കഴിക്കുന്നത് കുഞ്ഞിന് നല്ലതല്ല. പിന്നെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യണം. ഇപ്പം റൂട്ട് കനാലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് സാധ്യമൊക്കെ എത്തില്ല. അപ്പം നമുക്ക് വേദന എടുത്ത് നമ്മൾ ചുമ്മാ നമ്മുടെ നല്ലൊരു സമയം നമ്മൾ വേദന എടുത്തിരിക്കേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ്, നമുക്ക് ഈ പല്ലിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ നീരോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഒക്കെ റിലീസ് ആവും. അപ്പോൾ അത് കുഞ്ഞിന് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെന്റൽ ചെക്കപ്പ് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തൊരു കാര്യമായിരുന്നു, തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവല് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി അവർ ലാബിൽ ഇവിടെ അവിടെ ചുമ്മാ ചെക്ക് ചെയ്തില്ല. അപ്പം ഡോക്ടറെ കണ്ട് ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ബ്ലഡ് കൊടുത്ത് അത് ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ നോർമലായിരുന്നു തൈറോയ്ഡ് ലെവല്. അപ്പോൾ അതും നോർമലായിരുന്നു. കാരണം തൈറോയ്ഡ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്ഷനെ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ, നമ്മുടെ മസിലിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിനൊക്കെ നല്ലതാണ്, ഒത്തിരി അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇത് അത്യാവശ്യമാണ്. പിന്നെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഈ തൈറോയ്ഡ് ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഒരു ഹെൽത്തി ബേബിനെ കിട്ടുന്നത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് നമ്മുടെ തൈറോയ്ഡ് ലെവൽസ് ഒക്കെ നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെൽത്തി വെയിറ്റ് ആണ്. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഹെൽത്തി വെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. എൻ്റെ കേസിൽ നോർമൽ വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ച് ചെക്ക് ചെയ്യുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ്. നിങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ ബോഡി മാസ് ഇൻഡെക്സ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കാർഡിയോ വർക്കൗട്ടും അതുപോലെ എക്സസൈസസ് ഒക്കെ റെഗുലറായിട്ട് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു ഒബേസ് അല്ല, ഓവർ വെയിറ്റ് അല്ല, കറക്റ്റ് വെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. കാരണം വെച്ചാൽ നമുക്ക് ഓവർ വെയിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രഗ്നൻസിയിൽ പിന്നെയും ഒരു 10 to 12 kg പ്രഗ്നൻസിയിൽ കൂടും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പിന്നെയും വെയിറ്റ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഒത്തിരി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒത്തിരി അസ്വസ്ഥതകളും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത, അതായത് ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹെൽത്തി വെയിറ്റ് ആയിട്ട് പ്രഗ്നൻ്റ് ആകുന്നതായിരിക്കും നല്ലത്. അടുത്തതാണ് നമ്മുടെ ഡയറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവർക്കും അറിയേണ്ടത് അത് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് കഴിക്കുന്നത് അതാണ് നമ്മുടെ ഉള്ളിൽ എത്തുന്നത്, അതാണ് കുഞ്ഞിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഒരു 3 മാസം നമ്മൾ ഫോളിക് ആസിഡ് എടുക്കുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ ഒരു സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്നതിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഫാറ്റും പ്രോട്ടീനും ഒക്കെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ് ഒക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുക. എൻ്റെ കേസിൽ വെച്ചാൽ ലോക്ക്ഡൗണിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും അങ്ങനെ ഫുഡ് മേടിച്ചിട്ടില്ല. നമ്മൾ ഹോം മെയ്ഡ് ഫുഡ് തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. കാരണം ഈ നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ആ സമയത്ത് ഇനിഷ്യൽ മന്ത്സിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചില്ല, നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നാൽ പിന്നെ അത് ട്രീറ്റ് ചെയ്യണം, പിന്നെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കേണ്ടി വന്നാൽ കുഞ്ഞിന് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കഫീൻ്റെ ഇൻടേക്ക്. ഞാൻ യൂഷ്വലി ഒത്തിരി ചായ കാപ്പിയൊന്നും കുടിക്കാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദിവസത്തിൽ എനിക്കങ്ങനെ ഡെയിലി ഞാൻ കുടിക്കത്തില്ല, അത് കുടിക്കുവാണെങ്കിൽ തന്നെ ദിവസം ഒരു കപ്പ് ചായയോ കാപ്പിയോ മാത്രമേ കുടിക്കുന്നുള്ളൂ. കാരണം കഫീൻ അത്ര നല്ലതല്ലല്ലോ കുഞ്ഞിന്. അപ്പോൾ അതനുസരിച്ച് ഞാനത് ക്രമീകരിച്ചു. അപ്പോൾ നിങ്ങൾ ഒത്തിരി കോഫി കുടിക്കുന്ന ആളാണ്, ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്ന ആളാണ്, ചായ കുടിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഒന്ന് കഫീൻ്റെ ഇൻടേക്ക് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മാക്സിമം ഒരു ചായയോ ഒരു കാപ്പിയോ ഒരു ദിവസം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ചിലർ ചോദിച്ചു മൾട്ടി വൈറ്റമിൻസ് ഒക്കെ നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പ് കഴിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. ശരിക്കും ഈ മൾട്ടി വൈറ്റമിൻസും ന്യൂട്രിയൻസും മിനറൽസ് എല്ലാം നമ്മുടെ ഫുഡ് വഴി ഉള്ളിലെത്തുന്നതാണ് നല്ലത്. ഞാനൊരു ഫോളിക് ആസിഡ് ഒഴികെ വേറെ ഒരു മൾട്ടി വൈറ്റമിനും ഞാൻ പ്രഗ്നൻസിക്ക് മുമ്പ് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം വൈറ്റമിൻ എയുടെ ഒക്കെ അളവ് കൂടി പോകുന്നത് അത്ര നല്ലതല്ല. ഓക്കെ, പിന്നെ ഉള്ളൊരു കാര്യമാണ്, നമുക്കിപ്പം ചിലർക്കൊക്കെ ഹീമോഗ്ലോബിൻ ഒക്കെ ഒത്തിരി കുറവായിരിക്കുന്ന ചില കേസുകളൊക്കെ ഉള്ളു. ചിലർക്കിപ്പം വിളർച്ചയൊക്കെ ഉള്ളവർ. അപ്പം അങ്ങനെയുള്ളവരൊക്കെയാണ് അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്ത് ഹീമോഗ്ലോബിൻ്റെ ലെവലൊക്കെ ഒന്ന് നോർമൽ ആക്കിയിട്ട് പ്രഗ്നൻ്റ് ആവുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കും. ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വജൈനൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയിട്ട് ശേഷം പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഈ വജൈനൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം വജൈനൽ ഡിസ്ചാർജിന് എന്തെങ്കിലും സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ കളർ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇച്ചിങ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറോട് സംസാരിക്കണ്ട കേട്ടോ. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്ന കാര്യം. ഞാനങ്ങനെ പ്രത്യേകിച്ചൊരു മെഡിസിൻ ഒന്നും എടുക്കുന്ന ആളല്ലായിരുന്നു. അപ്പം പക്ഷേ നമ്മൾ അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം തന്നെ നമ്മൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുവാണ്, എന്തെങ്കിലും അസുഖം വന്നപ്പം എന്തെങ്കിലും കോൾഡോ പനിയോ വരും അങ്ങനെയൊക്കെ വന്നെങ്കിൽ പോലും എല്ലാം ആവശ്യമായ മെഡിസിൻസ് മാത്രം ഡോക്ടറോട് ചോദിച്ച് കറക്റ്റായിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ അത് നമ്മുടെ പ്ലാസന്റ ബാരിയർ ക്രോസ് ചെയ്ത് കുഞ്ഞിലേക്ക് പോകാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖമുണ്ട്, നേരത്തെ മരുന്നെടുക്കുന്നവർക്ക് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഡിപ്രഷൻ, അതുപോലെ എപ്പിലെപ്സി, ഫിറ്റ്സ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖം ഉള്ളവരാണ്, നേരത്തെ മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് പറയാം ഇങ്ങനെ പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അതിലേക്ക് സ്വിച്ച് ചെയ്താൽ കുഞ്ഞിനും അമ്മയ്ക്കും ഒരേപോലെ പ്രഗ്നൻസി വളരെ സ്മൂത്തായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ മരുന്നെടുക്കുന്ന ആൾക്കാരാണ് ഇനിയിപ്പം പ്രഗ്നൻ്റ് ആവാൻ പോവല്ലേ, അല്ലെ പ്രഗ്നൻ്റ് ആയില്ലേ എന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തിയാക്കാം എന്നെ വിചാരിക്കില്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗുണത്തിനേക്കാളെത്തിരി ദോഷമായിരിക്കും. ചിലപ്പോൾ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അത് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ഒരു കാര്യമാണ് നമ്മുടെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, എയർ പൊല്യൂഷനൊക്കെ. സ്മോക്കിംഗ് നമ്മൾ പൊതുവെ ആരും പുകവലിക്കുന്നവർ അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നവരുണ്ടാവണമെന്നില്ല. പക്ഷേ ഇത് നമ്മുടെ പാർട്ട്ണർ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് വരും. ആരെങ്കിലും പുക വലിക്കുമ്പോൾ നമുക്കത് ശ്വസിച്ചാൽ പാസീവ് സ്മോക്കിംഗ് വഴി അത് നമ്മുടെ ഉള്ളിലെത്തും, അത് കേടാ. പിന്നെ അതുപോലെ ഈ എയർ പൊല്യൂഷൻ, ഇപ്പം പൊതുവെ നമ്മൾ മാസ്ക് ഒക്കെ വെക്കുന്നതുകൊണ്ട് അതങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ കേസിൽ ഞാൻ പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു പ്രഗ്നൻസിയുടെ നമ്മൾ ആദ്യം മുതൽ തന്നെ, അതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. പിന്നെ ഒത്തിരി ഹസാർഡസ് ആയിട്ടുള്ള നമ്മളിപ്പം ടോയ്ലറ്റ് കഴുകുന്ന അല്ലെങ്കിൽ നെല്ലം തുടയ്ക്കുന്ന, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഹാർപിക് അല്ലെങ്കിൽ ലൈസോൾ പോലെ അങ്ങനെയുള്ള കെമിക്കൽസുമായിട്ടുള്ള കോണ്ടാക്ട് ഇനി മുതലങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് കഴിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുമോ, നിലം തുടയ്ക്കാൻ വേണ്ടി ലൈസോളിന് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു കെമിക്കൽസ് ഒന്നും നമ്മുടെ ഉള്ളിലെത്തുന്നത് കുഞ്ഞിന് അത്ര നല്ലതല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടോ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ മാനസികവും ശാരീരികവും പിന്നെ സ്പിരിച്വലുമായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, കുഞ്ഞിനെ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യുക, ഒരു സ്വപ്നം കാണുക, എങ്ങനത്തെ കുഞ്ഞാണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ മനസ്സിൽ സ്വപ്നം കാണുക. അതനുസരിച്ച് നിങ്ങൾ പ്രഗ്നൻസി സ്മൂത്തായിട്ട് മുമ്പോട്ട് പോയിട്ട് നിങ്ങൾക്കൊരു ആരോഗ്യമുള്ള ഹോളി ഹെൽത്തി ബേബിനെ തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ, ഞാനും എക്സ്പെക്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ഉടനെ കാണാം. ബൈ.